നമസ്കാരം. 2016 എല്ലാം ശരിയാക്കും എന്നു പറഞ്ഞാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറിയത്. ഓരോ ഫയലും ഓരോ ജീവിതങ്ങൾ എന്നെല്ലാം പ്രസംഗിച്ച് കയ്യടി നേടി. വലിയ ആരോപണങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ടു പോയ പിണറായി സർക്കാരിന് തിരിച്ചടിയായത് സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് വിവരം പുറത്തു വന്നതോടെ സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി. മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണ്ണക്കടത്തിൽ ബന്ധമെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും അത് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേസ് ബാധിച്ചത് വലിയ രീതിയിലായിരുന്നു. CM ഓഫീസിലെ സർവാധികാരിയായി വിലസിയിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കരൻ കേസിൽ പ്രതിയായി. സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾക്ക് എല്ലാ സഹായവും ചെയ്ത് സ്വർണം പിടിച്ചപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചതും ശിവശങ്കരനാണെന്ന് തെളിഞ്ഞു. ഇതോടെ ശിവശങ്കരൻ തെറിച്ചു, പിന്നാലെ ജയിലിലുമായി. ഇതിന്റെ കളങ്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മേൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല. ശിവശങ്കരന്റെ ചുവട് പറ്റിയാണ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. കേന്ദ്ര ഏജൻസികൾ അടുത്ത് നോട്ടമിട്ടത് മുഖ്യമന്ത്രിയോട് ഏറെ അടുത്തു നിൽക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പലതവണ ചോദ്യം ചെയ്യാൻ രവീന്ദ്രനെ കേന്ദ്ര ഏജൻസികൾ നോട്ടീസ് നൽകി. എന്നാൽ ആരോഗ്യ കാരണം പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞുമാറി. കടുപ്പിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരായി. എന്നാൽ ശിവശങ്കരന് സംഭവിച്ചതുപോലെ അറസ്റ്റും ജയിൽവാസവും ഒന്നും ഉണ്ടായില്ല. അടുത്തത് മുഖ്യമന്ത്രി എന്നെല്ലാം അഭ്യൂഹം പരന്നെങ്കിലും സ്വർണ്ണക്കടത്ത് കേസ് ആവിയായി. അത് CPM BJP ഡീൽ എന്ന ആരോപണം നിലനിൽക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതൻ കൂടി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലെത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEOയുമായ KM എബ്രാഹിമിനെതിരെ CBI അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിക്കെതിരെ അന്വേഷണം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തന കാലത്ത് അല്ലെങ്കിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട് ഒരാളെ എങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുത്തുമെന്നത് പ്രസക്തമായ ചോദ്യമാണ്. കളങ്കിതരായ ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ പോലും കഴിയാത്ത വിധം പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തന്നെ വിവാദമായ മാസപ്പടി കേസിൽ പ്രതിയാണ്. വീണയ്ക്കെതിരെ ED അന്വേഷണവും വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം കൊള്ളക്കാരുമായി മുന്നോട്ടു പോകാനേ മുഖ്യമന്ത്രിക്ക് കഴിയൂ. കാരണം സ്വന്തം കീശയിൽ തന്നെ കളങ്കം ഇരിക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.